ജമ്മു IITയിൽ നടന്ന സയൻസ് ആൻഡ് ടെക്നോളജി എക്സ്പോയിൽ ഇന്ത്യൻ ആർമി തിങ്കളാഴ്ച തങ്ങളുടെ നൂതന കാമിക്കേസ് ഡ്രോൺ പ്രദർശിപ്പിച്ചു. ഈ എക്സ്പോയിൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ ഡ്രോണിന്റെ വിശദാംശങ്ങളും സവിശേഷതകളും പങ്കിട്ടു. 150 മുതൽ 300 ഗ്രാം വരെ RDX വഹിക്കാൻ ഇതിന് കഴിയും. സൂയിസൈഡ് ഡ്രോൺ എന്നും അറിയപ്പെടുന്ന ഈ ഡ്രോണിന് 150 മുതൽ 300 ഗ്രാം വരെ പേലോഡുകൾ വഹിക്കാൻ കഴിയും. മിനി ഡ്രോൺ ഇല്ലാതെ 30 മിനിറ്റും കാമിക്കേസ് ആക്രമണങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന മിനി ഡ്രോണിനോടൊപ്പം 15 മുതൽ 20 മിനിറ്റും ഇതിന് പറക്കാൻ സാധിക്കും. ഈ ഡ്രോണിൽ ഒരു ചെറിയ ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട്. മികച്ച നിരീക്ഷണത്തിനായി ഡ്രോണിന് പകലും രാത്രിയും ഒരുപോലെ പ്രവർത്തിക്കാനും സാധിക്കും. ഡ്രോൺ വികസനത്തിൽ വളരെയധികം വികസനമാണ് നമ്മുടെ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏകദേശം 400-ലധികം കമ്പനികളും 40 മുതൽ 50 വരെ ഡ്രോൺ ഘടക കമ്പനികളുമുണ്ട്. ഈ സൂയിസൈഡൽ ഡ്രോൺ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വളരെ കാലമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗോള ഡ്രോൺ ഹബ്ബാക്കി മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ഭാവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകളിൽ ഒന്നായിരിക്കും. ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, 2025 ഫെബ്രുവരി 13-ന് US പ്രസിഡന്റ് ഇന്ത്യക്ക് ലോക്ഹീഡ് മാർട്ടിൻ F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ സാധ്യതയുള്ളതായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ മാധ്യമങ്ങളിലും തന്ത്രപരമായ വൃത്തങ്ങളും വലിയ ആശങ്കകളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇതൊരു വലിയ വാർത്തയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടൺ DC-യിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ ഈ സംഭവ വികാസത്തെ മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഘടകമായും പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായും പാകിസ്ഥാൻ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുകയാണിപ്പോൾ. ഇന്ത്യയിലേക്കുള്ള സൈനിക വിൽപ്പന ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള ഉദ്ദേശം US പ്രസിഡന്റ് പ്രസ്താവിച്ചു. അതോടൊപ്പം തന്നെ F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാനുള്ള സാധ്യതയും ഉൾപ്പെടുന്നുണ്ട്. അമേരിക്ക ഇന്ത്യ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായ ഈ നീക്കം 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉൾപ്പെടുത്തും. നൂതന സ്റ്റെൽത്ത് കഴിവുകൾ, സെൻസർ ഫ്യൂഷൻ, നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ കഴിവുകൾ എന്നിവയ്ക്ക് പേരുകേട്ട F-35 പ്രത്യേകിച്ച് പ്രാദേശിക എതിരാളികൾക്കെതിരെ ഇന്ത്യയുടെ വ്യോമ പോരാട്ട മികവിനെ ഗണ്യമായി തന്നെ ശക്തിപ്പെടുത്തും. ചരിത്രപരമായി ഇന്ത്യയെ തങ്ങളുടെ പ്രാഥമിക സൈനിക എതിരാളിയായി കണക്കാക്കിയിരുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ F-35 സ്വന്തമാക്കാനുള്ള സാധ്യത പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥയിലെ ഒരു പ്രധാന മാറ്റത്തെയാണ് കാണിക്കുന്നത്. പാകിസ്ഥാൻ സൈനികർ F-35നേക്കാൾ സാങ്കേതികമായി താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന F-16 വിമാനങ്ങളെയും JF-17 തണ്ടർ വിമാനങ്ങളെയും ആശ്രയിക്കുന്നുമുണ്ട്. ഈ രണ്ട് വിമാനങ്ങളും F-35നേക്കാൾ സാങ്കേതികമായി വളരെയധികം താഴെയാണ്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ F-35 ഏറ്റെടുക്കുന്നത് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ അടിയന്തരതയും ആശങ്കയും വളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമങ്ങൾ ഈ വിൽപ്പനയെ കുറിച്ച് ഗുരുതരമായ ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് നൂതന സാങ്കേതിക വിദ്യകൾ കൈമാറാനുള്ള പദ്ധതിയിൽ പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ F-35ന്റെ സ്റ്റെൽത്ത് കഴിവുകൾ ചൈന പാകിസ്ഥാന് വിതരണം ചെയ്യുന്ന HQ-9 സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഫലപ്രദമല്ലാത്തതാക്കും എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിരോധ വിശകലന വിദഗ്ധരും ആശങ്കയിലാണ്. പാകിസ്ഥാൻ പ്രദേശത്തേക്ക് ആരും ശ്രദ്ധിക്കാത്ത ആഴത്തിൽ ആക്രമണം നടത്താനുള്ള കഴിവ് F-35 ഇന്ത്യക്ക് നൽകും എന്നാണ് ഇവർ പറയുന്നത്. ഈ വിൽപ്പന ഇപ്പോൾ അമേരിക്കക്കെതിരായ വിമർശനത്തിനും തിരികൊളുത്തിയിരിക്കുകയാണ്. ചില പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇന്ത്യയെ അനുകൂലിക്കുകയും പാകിസ്ഥാന്റെ സുരക്ഷാ ആശങ്കകൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഈ ഭീഷണിയെ ഇപ്പോൾ നേരിടാൻ നൂതന ചൈനീസ് സ്റ്റെൽത്ത് ഫൈറ്ററുകൾ സ്വന്തമാക്കുന്നത് പോലെയുള്ള ഓപ്ഷനുകളും പാകിസ്ഥാൻ ഇപ്പോൾ പര്യവേഷണം ചെയ്തു വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്ന F-35ന്റെ വിൽപ്പന സാധ്യത പാകിസ്ഥാനിൽ ഗണ്യമായ ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.